ബി.ജെ.പി പടിപടിയായി വോട്ട് വർദ്ധിപ്പിക്കുന്ന കഴക്കൂട്ടത്തും ഇത്തവണ കാത്തിരിക്കുന്നത് വാശിയേറിയ പോരാട്ടമാണ്. മണ്ഡലം നിലനിർത്താൻ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഇടതുപക്ഷത്തിനായി മത്സരിക്കും. മുതിർന്ന നേതാവ് വി മുരളീധരൻ തന്നെയാകും ബി.ജെ.പി സ്ഥാനാർത്ഥി. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര് എന്നതിൽ അന്തിമ തീരുമാനമായിട്ടില്ല. എം ജി പ്രതീഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. എം ജി പ്രതീഷ്, വി മുരളീധരൻ അവിടെ ഇറങ്ങി വോട്ട് ശതമാനത്തിൽ വലിയ കൃത്യമായി എടുത്തു പറയാൻ കഴിയുന്ന തരത്തിലുള്ളൊരു മാറ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ് കഴക്കൂട്ടത്ത് ബി.ജെ.പിയുടെ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് വിവാദങ്ങളും ഈ ടേം വ്യവസ്ഥയ്ക്കും ഒക്കെ അപ്പുറത്ത് കടകംപള്ളി തന്നെ ഇറങ്ങണം എന്നുള്ളതാണ് CPM-ന്റെയും തീരുമാനം. മൂന്നാമനാരെ എന്ന ചോദ്യം കൂടി ഉണ്ടാകുന്നുണ്ട്. എന്താണ് കഴക്കൂട്ടത്ത് എന്ന് കാണേണ്ടത്? മാധു, തിരുവനന്തപുരം ജില്ലയിൽ സൂപ്പർ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. CPM-നെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. കാരണം മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയും ഒപ്പം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മൂന്നാമതും കടകംപള്ളി സുരേന്ദ്രനെ മണ്ഡലത്തിൽ ഇറക്കാൻ CPM തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ CPM-ന് ജയിച്ചേ തീരൂ. പക്ഷേ ഈ BJP-ക്ക് വലിയ ആധിപത്യമുള്ള ഒരു മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് വന്നതാണ്. വി മുരളീധരൻ കഴക്കൂട്ടത്ത് എത്തിയതോടുകൂടിയാണ് BJP-ക്ക് മണ്ഡലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. 2016-ൽ 9% ഉണ്ടായിരുന്ന വോട്ടുകൾ 2021 ആയപ്പോഴേക്കും ഏകദേശം 3-4 ഇരട്ടി വർധനവാണ് BJP-ക്ക് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 14 വാർഡുകളിലാണ് BJP കഴക്കൂട്ടത്ത് മുന്നേറിയത്. അതുകൊണ്ട് തന്നെ BJP-യെ സംബന്ധിച്ചും വലിയ അനുകൂലമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലവിൽ കഴക്കൂട്ടം. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ഇപ്പോഴും ഈ വ്യക്തത വന്നിട്ടില്ല. യൂത്ത് കോൺഗ്രസ് നേതാവ് JS അഖിലിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. ഒപ്പം ഈ നേരത്തെ SS ലാലിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. ഒപ്പം ഈ പ്രേംകുമാറിന്റെ പേരുകളടക്കം സജീവ ചർച്ചയിൽ കഴക്കൂട്ടം മണ്ഡലത്തിലുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഒന്നും തന്നെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. പക്ഷേ പ്രധാനമായും മത്സരം നടക്കുന്നത് CPM-ഉം BJP-യും തമ്മിലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രധാനമായും മണ്ഡലത്തിലെ വിഷയങ്ങൾക്കപ്പുറം രാഷ്ട്രീയ വിഷയങ്ങളായിരിക്കും കഴക്കൂട്ടം മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാവുക. കടകംപള്ളിയെ സംബന്ധിച്ച 2016-ൽ 70,000-ഓളം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം 2021-ൽ 23,000-ന് മുകളിലെത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് കടകംപള്ളിയുടെ വലിയ ആത്മവിശ്വാസം. ഒപ്പം മണ്ഡലത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും കടകംപള്ളി സുരേന്ദ്രൻ സജീവമായി ഇടപെടുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ഫാക്ടറുകളൊക്കെ തന്നെ കടകംപള്ളി സുരേന്ദ്രന് അനുകൂലമാകുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ 23,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നൊരൊറ്റ കാര്യം തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ അനുകൂലമായ ഒരു ഫാക്ടറായി മാറിയിരിക്കുന്നത്. 6.9% നിന്നാണ് 31.9% അവിടെ BJP-യുടെ വോട്ട് ഉയർന്നത് എന്നത് ഏറ്റവും പ്രധാനമാണ്. ഏതാണ്ട് 32,000 വോട്ടിന്റെ കുറവ് SIR പൂർത്തീകരിക്കുമ്പോൾ ആ മണ്ഡലത്തിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വീഴുന്ന വോട്ടുകൾ എവിടേക്ക് വീഴുമെന്നത് സംബന്ധിച്ച മുന്നണികൾക്ക് വലിയ ആകാംക്ഷയുമുണ്ട്.